ഹായ് ഗീസ്, വെൽക്കം ടു മലയാളം ഓവർ കാനഡ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 4 വർഷത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം ഞാൻ നാട്ടിലേക്ക് വെക്കേഷൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസും എയർപോർട്ടിലെ പ്രൊസീജിയേഴ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ കൊണ്ടുവിട്ടത് എയർപോർട്ടിൽ. 4 വർഷത്തിന് ശേഷം നാട്ടിൽ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എല്ലാവരും അതുപോലൊക്കെ തന്നെ ആയിരിക്കും കുറച്ച് ആൾ ശേഷം നാട്ടിൽ പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒന്നും എടുക്കാൻ മറക്കരുത്. പാസ്പോർട്ട്, വിസ, എന്ത് പെർമിറ്റ് ആണെങ്കിലും അത്, കാരണം എക്സിറ്റ് അടിക്കുന്ന സമയത്ത് ഇതൊന്നും ഒരു ഇഷ്യൂ അല്ല, പക്ഷേ തിരിച്ചു വരുമ്പോൾ അവരതൊക്കെ ചെക്ക് ചെയ്യും. ആ സമയത്ത് അതൊരു പ്രശ്നമാകരുത്. അപ്പോൾ ഞാനിന്ന് എയർ കാനഡ ഫ്ലൈറ്റാണ് എടുത്തത്. പ്രൊസീജിയേഴ്സ് എന്ന് പറയാനായിട്ട് വലുതായിട്ടൊന്നുമില്ല. നമ്മുടെ ബാഗേജ് ഡ്രോപ്പ് ചെയ്യണം. ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്നതിന് മുന്നേ ചെക്ക് ഇൻ കൗണ്ടറുണ്ട്. അതല്ലെങ്കിൽ പിന്നെ നേരിട്ട് ആ കൗണ്ടറിലിരിക്കുന്ന ഏജൻ്റ് അടുത്ത് ചെല്ലുക, അവർ നോക്കിയോളല്ല. ബാഗേജ് വേ നോക്കിയിട്ട് അതിന് ടാഗ് അടിക്കും. വേറെ ഏതെങ്കിലും കൺട്രിയിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ വിസ ചെക്ക് ചെയ്യും. അതിപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ പ്രശ്നമല്ല, പക്ഷേ ഇടയ്ക്ക് എന്തെങ്കിലും ട്രാൻസിറ്റ് വിസ മാൻഡേറ്ററി ആയിട്ടുള്ള കൺട്രി ഉണ്ടെങ്കിലോ, അതല്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഞങ്ങൾ താമസിക്കുന്നുണ്ടെങ്കിലോ ഈ മൊബൈൽ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അത് കിട്ടത്തില്ല. ജസ്റ്റ് ചെക്ക് ഇൻ ആവും, പക്ഷേ ബോർഡിംഗ് പാസ് ഇഷ്യൂ ആകത്തില്ല. അപ്പോൾ നിങ്ങൾ കൗണ്ടറിൽ തന്നെ ചെന്ന് അവിടെ ഇരിക്കുന്ന ഏജൻറ്റ് ഈ അവിടുത്തെ വിസ, റിട്ടേൺ ടിക്കറ്റ് കാര്യങ്ങളെല്ലാം ചോദിക്കും. അത് കൊടുത്താലേ ബോർഡിംഗ് പാസ് കംപ്ലീറ്റ് ആക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരെ നാട്ടിലോട്ടാണ് പോകുന്നത്. ബാഗേജ് എല്ലാം 2 ഉണ്ട്. 23 കിലോ ആണെന്നുണ്ടെങ്കിൽ നേരെ ചെക്ക് ഇൻ ക്യൂസിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ ഏത് ഫ്ലൈറ്റാണ് എന്നുള്ളത് അതിൽ ചൂസ് ചെയ്യുക. അതിനുശേഷം അവർ ആ ബുക്കിംഗ് റെഫറൻസ് നമ്പർ ചോദിക്കും. പിന്നെ 1-2 ഡീറ്റെയിൽസ്, പാസ്പോർട്ടിലുള്ള നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. ആ സാധനങ്ങളെല്ലാം കൊടുക്കുക. അപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോ ഉള്ള ഒരു പേജ്, അതിനകത്ത് സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. ഒരു ഗ്ലാസ് സെക്ഷൻ ഉണ്ട്, അതിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്കാൻ ആവും. സ്കാൻ ആയതിനു ശേഷം നമ്മുടെ ചെക്ക്ഡ് ബാഗേജിൻ്റെ ടാഗ് പ്രിൻ്റ് ചെയ്ത് ഒരു മെഷീനിൽ നിന്നാണ്. അപ്പം ഞാനീ പറഞ്ഞ പോലെ വേറെ ട്രാൻസിറ്റ് വിസ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ ആ സാധനം എടുത്ത് ജസ്റ്റ് ബാഗിൽ ടാഗ് ചെയ്ത് അവിടെ ബാഗേജ് ഡ്രോപ്പ് സെക്ഷൻ ഉണ്ട്. അവിടെ ഇപ്പോൾ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുക, കിട്ടിയ ബോർഡിംഗ് പാസ് കൊണ്ട് സെക്യൂരിറ്റി ചെക്കിലേക്ക് പോവുക. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് ബോർഡിംഗ് പാസ് കിട്ടത്തില്ല, ജസ്റ്റ് ആ ഒരു ടാഗ് മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പം ആ കിട്ടിയ ടാഗും കൊണ്ട് നെക്സ്റ്റ് ഏജൻറ്റ്, നമ്മുടെ എയർ കാനഡ അല്ലെങ്കിൽ ഏത് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു കൗണ്ടറിലേക്ക് കയറണം. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ അവർ വിസ, അങ്ങോട്ടുള്ള ട്രാൻസിറ്റ് വിസ, അവിടുന്ന് നാട്ടിലേക്കുള്ള റിട്ടേൺ ടിക്കറ്റ്, അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ ഏജൻറ്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ റെഡി ആയിരിക്കണം. അതിനുശേഷം ബോർഡിംഗ് പാസ് ചെയ്യും. പിന്നെ അതിനുശേഷം ബോർഡിംഗ് പാസിൽ നമ്മുടെ ഗേറ്റ്, ഏത് ഗേറ്റിലാണ് പോയിരിക്കേണ്ടത്, ഓരോ ഫ്ലൈറ്റിനും ഓരോ ഗേറ്റ്സ് ആണ്. അപ്പോൾ ഏത് ഗേറ്റിലാണ് പോയിരിക്കേണ്ടത് എന്നുള്ള സാധനം കാണും. എനിക്കിപ്പോൾ E76 എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇപ്പോൾ നമ്മൾ ഈ കൗണ്ടറിലെ ഈ ബോർഡിംഗ് പാസ് ഇഷ്യൂവിന് ശേഷം സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഏത് ഫ്ലൈറ്റാണോ ആ ഫ്ലൈറ്റിൽ ചെക്ക്ഡ് ബാഗേജിൻ്റെ പ്രൊഹിബിറ്റഡ് ഐറ്റംസ് എല്ലാം നോക്കിയിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ബാഗിനകത്ത് വെക്കാം, എന്തൊക്കെ വെക്കാൻ പാടില്ല, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കണം. എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ചെക്ക്ഡ് ബാഗേജിൽ നമുക്ക് ഒരു സാധനങ്ങളെല്ലാം വെക്കാം, എക്സെപ്റ്റ് ബാറ്ററി ഉള്ള ഐറ്റംസ്. ചെറുതല്ല, പവർ ബാങ്ക്, പിന്നെ എന്തെങ്കിലും ക്യാമറ ഐറ്റംസ്, അങ്ങനത്തെ ബാറ്ററി ഐറ്റംസ് ഒന്നും ചെക്കിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അതെല്ലാം ക്യാരിയോണിനകത്ത് തന്നെ വെക്കാം. അപ്പോൾ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ബാങ്ക്, അതും ഈ പറഞ്ഞ പോലെ ഓരോ ഫ്ലൈറ്റിനും ഓരോ രീതിയാണ്. ഇപ്പോൾ എയർ കാനഡ കേസിലാണെങ്കിൽ എയർ കാനഡ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ അറിയാം. അതിൽ ഈ ക്യാരി ഓൺ ബാഗേജിന് പ്രത്യേകിച്ച് വെയിറ്റ് ലിമിറ്റ്സ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അവർ പറഞ്ഞേക്കുന്നത് നമുക്ക് സ്വന്തമായിട്ട് എടുത്ത് ആ ഓവർഹെഡുള്ള ക്യാബിനിൽ വെക്കാൻ പറ്റുന്നു, അല്ലാണ്ട് വെയിറ്റ് ഇത്ര ലിമിറ്റ് 7, 8, 10 അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു പേഴ്സണൽ ആർട്ടിക്കിളും വെക്കാം, ഒരു ചെറിയ ബാക്ക് പാക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ബാഗ്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് ഒരു ലാപ്ടോപ്പ് ബാഗും എൻ്റെ ക്യാരി ഓൺ ബാഗേജ് ആയിരുന്നു. അപ്പം സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ലാപ്ടോപ്പ്, ടാബ്, അങ്ങനത്തെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ് ബേസിനിൽ വെക്കണം. പിന്നെ നമ്മുടെ ബാഗ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഒരു സെപ്പറേറ്റ് ബേസിനിൽ വെക്കണം. പിന്നെ ഷാർപ്പ് ഐറ്റംസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ക്യാരി ഓൺ ബാഗിനകത്ത് കാണാൻ പാടില്ല, എല്ലാം ചെക്കിനകത്ത് വെക്കാൻ പാടുള്ളൂ. അതുകൊണ്ടെന്നുണ്ടെങ്കിൽ അവരത് എടുത്ത് കളയും. പിന്നെ ലിക്വിഡ് ഐറ്റംസ് 100 ml മുകളിൽ ഒരിക്കലും ക്യാരി ഓൺ ബാഗിനകത്ത് കാണാൻ പാടില്ല. പൗഡേർഡ് ഐറ്റംസ്, അതും ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ ഫ്ലൈറ്റ്സ് ആണ്. അപ്പം അത് ചെക്ക് ചെയ്യുക. അവരുടെ ബാഗേജ് പോളിസീസിനകത്ത് വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ടിക്കറ്റിനകത്ത് ചെക്ക് ചെയ്താലും അറിയാൻ പറ്റും. നിങ്ങൾ ഇറ്റററി എടുത്ത് നോക്കുമ്പോൾ അതിൽ താഴെ ഒരു 2-3 പേജുകളുണ്ട്. അതിനകത്ത് കറക്റ്റ് കൊടുത്തേക്കും എന്തൊക്കെയാണ് ചെക്ക്ഡ് ബാഗേജിനകത്ത് വെക്കേണ്ടത്, എന്തൊക്കെയാണ് ക്യാരി ഓൺ ബാഗേജിനകത്ത് വെക്കേണ്ടത്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം നോട്ടീസ് ചെയ്യുക. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഗേറ്റിലേക്ക് പോകുന്നത്. അവിടെ ബോർഡിംഗ് പാസ് നോക്കി ഏത് ഗേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നടക്കുക.
കഴിവതും ഒരു 3 hours മുന്നേ വരാൻ നോക്കുക. അപ്പം ഇനഫ് ടൈം കിട്ടും എല്ലാ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഗേറ്റിലേക്ക് പോവുക, അവിടെ പോയി വെയിറ്റ് ചെയ്യുക. ബോർഡിങ്ങിനുള്ള വിളി വരുന്ന സമയത്ത് ബോർഡിംഗ് പാസിൽ ചെക്ക് ചെയ്യുക, അതിനകത്ത് സോൺ ഏതാണെന്നുള്ളത് നോക്കിയിരിക്കുക. അപ്പോൾ അവിടെ സോൺ അനുസരിച്ച് അവിടെ തിരിച്ചിട്ടുണ്ടായിരിക്കും ബോർഡ് ചെയ്യുന്ന സമയത്ത്. അത് അനുസരിച്ച് ഏത് സോണാണെന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് പോവുക. ബാക്കി വീഡിയോ ചെയ്യുന്നത് നാട്ടിൽ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ സോൺ വരെയാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അപ്പം നമ്മുടെ സോൺ ഏതാണെന്ന് ബോർഡിംഗ് പാസ് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം അവർ ആ സോൺ വിളിക്കുമ്പോൾ സോൺ സെപ്പറേറ്റ് ചെയ്തിട്ട് ലൈൻസ് കാണും. സോൺ 1, സോൺ 2 അല്ലെങ്കിൽ സോൺ 3 to 6 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാണും. അപ്പോൾ നമ്മുടെ സോൺ ഏതാണെന്ന് വെച്ചാൽ ആ സോണിലേക്ക് ചെല്ലുക. അവിടെ നിൽക്കുന്ന ഫ്ലൈറ്റിൻ്റെ ഏജൻറ്റ് നമ്മുടെ ബോർഡിംഗ് പാസും നമ്മുടെ പാസ്പോർട്ടും രണ്ടും ചോദിക്കും. ബോർഡിംഗ് പാസ് ഇപ്പോൾ ഫോണിലാണെങ്കിൽ അങ്ങനെ കാണിക്കാം, അതല്ല ആദ്യമേ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ കാണിക്കാം. രണ്ടും അക്സെപ്റ്റബിൾ ആണ്. ബോർഡിംഗ് പാസ് ചോദിക്കുന്ന സമയത്ത് അതിനകത്തൊരു QR കോഡ് ഉണ്ട്. ഫോണിലാണെങ്കിൽ QR കോഡാണ് കാണിക്കേണ്ടത്, അതാണ് സ്കാൻ ചെയ്യേണ്ടത്. പിന്നെ പാസ്പോർട്ടും രണ്ടും കൊടുക്കുക. എന്നിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുക. സീറ്റ് നമ്പറൊക്കെ ബോർഡിംഗ് പാസിനകത്ത് തന്നെ കാണും. സീറ്റ് നമ്പർ ഏതാണെന്ന് അവിടെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറുന്ന സമയത്ത് എയർ ഹോസ്റ്റസ് ആണ്, അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ഷൻസ് പറഞ്ഞുതരും. ഏതിപ്പോൾ ബേസിക്കായിട്ട് ആദ്യം ഒക്കെ ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ ആ ഡയറക്ഷൻസ് പറഞ്ഞുതരും, അവിടെ പോയിരിക്കുക. ഇപ്പോൾ ലോങ് ഫ്ലൈറ്റ് ഒക്കെ ആണെങ്കിൽ ഫ്ലൈറ്റിൽ തന്നെ വൈഫൈ അവൈലബിൾ ആയിട്ട് കാണും. അത് പെയ്ഡ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ട് ഫ്ലൈറ്റിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫാമിലി എടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇൻഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജൊക്കെ അയക്കാവുന്നതാണ് അവരുടെ വൈഫൈ യൂസ് ചെയ്തിട്ട്. അപ്പോൾ പിന്നെ ഫ്ലൈറ്റിലെ യാത്രയെല്ലാം ഡിപ്പെൻഡ്സ് ഓൺ എയർലൈൻസ് ആണ്, പലർക്കും പല രീതികളാണ്. അപ്പോൾ നിങ്ങൾ ഏത് എയർപോർട്ടിലാണോ ചെന്നിറങ്ങുന്നത് അവിടെ നിങ്ങൾ കണക്ഷൻ ആണോ അല്ലെങ്കിൽ എക്സിറ്റ് ആണോ അടിക്കുന്നത് എന്നതിനനുസരിച്ചിരിക്കും ഡയറക്ഷൻസ്. ഇപ്പോൾ എക്സിറ്റ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാഗേജ് റിക്ലെയിം അല്ലെങ്കിൽ അറൈവൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ബോർഡ്. കണക്ഷൻസ് ആണെങ്കിൽ കണക്ഷൻ ഫ്ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ബോർഡ്. അപ്പം എനിക്ക് ദുബായിൽ കുറച്ച് സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എക്സിറ്റാണ് അടിച്ചത്. അപ്പോൾ അങ്ങനെ എക്സിറ്റ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ട്രാൻസിറ്റ് വിസ അല്ലാണ്ട് കുറച്ച് ദിവസം അവിടെ സ്റ്റേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയുടെ വിസിറ്റ് വിസ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ടും ഉണ്ടാകും, അല്ലാതെ നമുക്ക് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ദുബായിലെ കാര്യങ്ങളൊക്കെ സ്മൂത്താണ്. ജസ്റ്റ് വിസിറ്റ് വിസ എടുക്കുക, ഇൻഷുറൻസ്, പിന്നെ റിട്ടേൺ ടിക്കറ്റ്, ഈ 3 കാര്യങ്ങൾ കൈ കാണുക. പാസ്പോർട്ടും അപ്പോൾ അവിടെ ചെന്ന് പാസ്പോർട്ട് അവർ സ്കാൻ ചെയ്ത് നോക്കും. പിന്നെ ബയോമെട്രിക്സ് എടുക്കുന്ന പോലെ ഫോട്ടോ എടുക്കും. അപ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും നമ്മുടെ ഡേറ്റ സിസ്റ്റത്തിലുണ്ടോ ഇല്ലയോ. അത്രയേ ഉള്ളൂ അവിടുത്തെ പ്രൊസീജിയർ. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അതല്ല നിങ്ങൾ കണക്ഷൻ ഫ്ലൈറ്റ് ആണ്, സെയിം എയർലൈൻസ് തന്നെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നേരെ അടുത്ത കണക്ഷനിലേക്ക് ഇല്ല. അവർ നിങ്ങൾ ബോർഡിംഗ് പാസും പാസ്പോർട്ടും ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ചിലയിടത്ത് അതുപോലും കാണാൻ ചാൻസ് ഇല്ല. ജസ്റ്റ് സെക്യൂരിറ്റി ചെക്ക് മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ ഹാൻഡ് ലഗേജിൻ്റെ. അത് ജസ്റ്റ് ഒരു കൺവെർബിലിറ്റി കൂടെ കാണാൻ കയറ്റി വിടുന്നത്, അങ്ങനെ ഒരു സംഭവം കാണാനുള്ളൂ. അതുപോലെ ഡിപ്പെൻസ് ഓൺ എയർപോർട്ടാണ്. ഞാൻ ദുബായിലായിരുന്നു, അതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ സ്മൂത്താണ് കാര്യം. പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ദുബായിൽ നിന്ന് എക്സിറ്റ് അടിച്ച് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറുന്ന സമയത്തും ഞാൻ ഈ എക്സിറ്റ് അടിച്ച് കയറിയതായതുകൊണ്ട് നമ്മൾ കാനഡയിൽ ഫോളോ ചെയ്ത എന്ത് പ്രൊസീജിയറാണോ അതേ പ്രൊസീജിയർ തന്നെ ആയിരിക്കും ഇവിടെ. അപ്പോൾ നമ്മുടെ ബോർഡിംഗ് പാസ്, പാസ്പോർട്ട്, ടിക്കറ്റിൻ്റെ കോപ്പി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മൾട്ടി സിറ്റി അല്ലാതെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട്, അതായത് പാർട്ട്ണർ എയർലൈൻസ് അല്ലാതെ സെപ്പറേറ്റ് ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ക്യാരി ഓൺ ബാഗേജിൻ്റെയും ചെക്ക്ഡ് ബാഗേജിൻ്റെയും വെയിറ്റ് മാറാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ എക്സിറ്റ് അടിച്ച് ദുബായിൽ നിന്ന് കയറിയപ്പോൾ എനിക്ക് കാനഡയിൽ നിന്ന് 2x23+7 ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് തിരിച്ച് ദുബായിൽ നിന്ന് കയറുമ്പോൾ 30+7 ലഗേജ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ മൾട്ടി സിറ്റി ടിക്കറ്റ് എടുത്ത് ഒറ്റ ടിക്കറ്റായിട്ടാണ്, ഒറ്റ ഐറ്റണറി ആയിട്ടാണ് എല്ലാം വരുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മോസ്റ്റ് ലൈക്ലി എല്ലാം ഒരേ ബാഗേജ് ആയിട്ടായിരിക്കും വരുന്നത്, ഒരേ വെയിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഒന്ന് ചെക്ക് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് ബാഗേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏത് ഫ്ലൈറ്റ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ആപ്പ് എടുത്തു കഴിഞ്ഞാൽ ബാഗേജ് ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്നിട്ട് അവിടെ ചെക്ക് ഇൻ കിയോസ്കിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തിരിച്ച് ദുബായിൽ നിന്ന് കയറിയപ്പോൾ കാനഡയിൽ ഫോളോ ചെയ്ത എന്ത് പ്രൊസീജിയറാണോ അതേ പ്രൊസീജിയർ തന്നെയാണ് ദുബായിലും ഫോളോ ചെയ്തത്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ഇറങ്ങിയത്. അവിടുത്തെ ഇമിഗ്രേഷൻ പ്രൊസീജിയേഴ്സൊക്കെ സ്മൂത്തായിരുന്നു. അതായത് നമ്മുടെ ക്യാരി ഓൺ ബാഗേജ്, കയ്യിലിരിക്കുന്ന ബാഗേജിൻ്റെ ഒരു സെക്യൂരിറ്റി ചെക്ക് കാണും. അതിനുശേഷം നേരെ ഇമിഗ്രേഷനിലോട്ടാണ്. അവിടെ നമ്മുടെ പാസ്പോർട്ടും പിന്നെ ബോർഡിംഗ് പാസും, അത് ഡിപ്പെൻസ് ഓൺ ഇമിഗ്രേഷനിൽ ആരാണ് ഇരിക്കുന്നത് അതുപോലെ ഇരിക്കും. എൻ്റെ അടുത്ത് ചോദിച്ചാൽ ബോർഡിംഗ് പാസും പാസ്പോർട്ടായിരുന്നു. രണ്ടും സബ്മിറ്റ് ചെയ്യുക, അത് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ തന്നെ വിടും. അതിന് ശേഷമാണ് നമ്മുടെ ബാഗേജ് റിക്ലെയിം വരുന്നത്. ബാഗേജ് റിക്ലെയിമിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ പാർട്ട്ണർ എയർലൈൻസ് അല്ലാണ്ട് നിങ്ങൾ ഇപ്പോൾ 1 ഡേ തന്നെ ട്രാൻസിറ്റ് വരുന്ന സെപ്പറേറ്റ് എയർലൈൻസ് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ, അതായത് മൾട്ടി സിറ്റി അല്ലാണ്ട് പാർട്ട്ണർ എയർലൈൻസും അല്ലാണ്ട് ഡിഫറെൻറ്റ് ടിക്കറ്റ്സ് ആയിട്ട് ഒരേ ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമ്മൾ നമ്മുടെ ബാഗേജ് റീക്ലെയിം ചെയ്തിട്ട് പിന്നെയും ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. അത് നമ്മുടെ ചെക്ക്ഡ് ബാഗേജ് തിരിച്ച് റീക്ലെയിം ചെയ്തിട്ട് പിന്നെയും ചെക്ക് ഇൻ ചെയ്യേണ്ടി വരും. ഈ സാധനങ്ങളെല്ലാം നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പ്രോപ്പറായിട്ട് കൊടുത്തേക്കും. അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. കാരണം
ബാഗേജ് റിക്ലെയിം ചെയ്തിട്ട് തിരിച്ച് ചെക്ക് ഇൻ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് പ്രൊസീജിയറാണ്. ഇൻ കേസ് ചിലപ്പോൾ ബാഗേജ് ഡിലേ ആവുകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ഹോൾട്ട് വരുന്ന ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് നമ്മുടെ ബാഗേജ് കളക്ട് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമുക്ക് ഫ്ലൈറ്റ് മിസ്സാവും. വെറുതെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഇഷ്യൂ വേണ്ടല്ലോ. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് മാക്സിമം മൾട്ടിസിറ്റി ടിക്കറ്റ് പാർട്ട്ണർ എയർലൈൻസോ അല്ലെങ്കിൽ സെയിം എയർലൈൻസ് വരുന്ന അങ്ങനത്തെ ടിക്കറ്റ് തന്നെ എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെക്ക് ബാഗിനെ പറ്റി ഒന്നും അറിയേണ്ട കാര്യമില്ല. ഇപ്പോൾ കാനഡ ആണെന്നുണ്ടെങ്കിൽ കാനഡയിൽ നിന്ന് കയറുന്നു, അത് ദുബായിലാണോ സ്റ്റോപ്പ് എന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങുന്നു. ചെക്ക് ബാഗിനെ പറ്റി നമ്മൾ അറിയേണ്ട കാര്യമില്ല, എയർലൈൻസ് തന്നെ അതിൻ്റെ കാര്യം നോക്കിക്കോളും. അതിനുശേഷം നമ്മൾ നാട്ടിൽ നിന്ന് ഇറങ്ങും, ലാസ്റ്റ് നാട്ടിൽ നിന്ന് തന്നെ ബാഗേജ് റിക്ലെയിം ചെയ്യും. അതാകുമ്പം സിമ്പിളായിരിക്കും സംഭവം. അപ്പം ഇത്രയായിരുന്നു എൻ്റെ പ്രൊസീജിയേഴ്സ്. പിന്നെ കുറച്ച് ടിപ്സായിട്ട് പറയാനുള്ളത്, ഈവൻ നിങ്ങളുടെ ബോർഡിംഗ് പാസ് നിങ്ങളുടെ ഫോണിലുണ്ടെങ്കിൽ പോലും എയർലൈൻസിൻ്റെ ഏജൻറ്റ് ആയിരുന്നു ഒരു പ്രിൻറ്റഡ് ബോർഡിംഗ് പാസ് എപ്പോഴും കൈ വെച്ചേക്കുന്നത് നല്ലതാണ്. ഇൻ കേസ് ഫോണെങ്ങാനും എന്തെങ്കിലും ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആയിപ്പോയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കാണിച്ചാൽ മതി. പിന്നെ അല്ലെങ്കിൽ ഒരു ഫോണിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ ആഡ് ചെയ്യുക, അങ്ങനത്തെ ഫെസിലിറ്റീസൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടെ എയർലൈൻസിൻ്റെ ആപ്പിൽ നിന്ന് തന്നെ ആ ബോർഡിംഗ് പാസ് നമ്മളിപ്പോൾ സാംസങ് ഫോണാണെങ്കിലോ ആപ്പിൾ ഫോണാണെങ്കിലോ അതിൻ്റെ വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈവൻ നെറ്റില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ബോർഡിംഗ് പാസ് റിട്രീവ് ചെയ്യാൻ പറ്റും ബോർഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ ബോർഡിംഗ് പാസ് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. ഞാൻ എന്തൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് സീറ്റ് നമ്പറാണ്, ഈ 44K എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സോൺ നമ്പർ ഇതാണ്. പിന്നെ ഗേറ്റ് നമ്പർ E76, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ കാണും. എളുപ്പം തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈവൻ ഫോൺ ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി എപ്പോഴും ഏജൻറ്റ് എന്ന് വാങ്ങിച്ചു വെച്ചേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.